ഹായ്, ഷാഹിനാസ് റീൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആ റെസിപ്പി എന്ന് പറയുന്നത് ഇഡ്ഡലി ദോശപ്പൊടി. അതായത് തലമുറകളായി കൈമാറി പാരമ്പര്യമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലിപ്പൊടിയാണ്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. ഇപ്പോൾ കേരള സ്റ്റൈല്, തമിഴ്നാട് സ്റ്റൈല്, ആന്ധ്ര സ്റ്റൈൽ എന്നൊക്കെ പറയും പോലെ ഒരു ഇഡ്ഡലിപ്പൊടിയാണ്. അപ്പം നമുക്ക് ഇഡ്ഡലിപ്പൊടി എന്താണെന്ന് നോക്കാം. ഓരോ നാട്ടിലും ഓരോ ദേശത്തും അതിൻ്റേതായ രുചിക്കൂട്ടുകളുണ്ട്. വ്യത്യസ്തമായ രുചിക്കൂട്ടുകളാണ്. അതപ്പം നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുക, അറിയാൻ ശ്രമിക്കുക. ഇപ്പം പാലക്കാട്ടത്തെ പൊടിയാണെന്ന് പറഞ്ഞാലും, ബ്രാഹ്മിൺസ് പൊടിയാണെന്ന് പറഞ്ഞാലും, രാമശ്ശേരി പൊടിയാണെന്ന് പറഞ്ഞാലും, ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ നമ്മൾ ചേർക്കും പോലെ എല്ലാ ഐറ്റവും അവർ ചേർക്കുന്നുണ്ട്. പിന്നെ ചിലത് ഒന്ന് മുന്തി നിൽക്കും, ചിലതൊന്ന് കുറഞ്ഞ് നിൽക്കും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക. പാരമ്പര്യമായി എൻ്റെ തറവാട്ടിൽ തലമുറകളായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പൊടിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മെഷർമെൻ്റ് പാത്രം എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ml പാത്രമാണ്. ഞാൻ 180 ഗ്രാം വീതമാണ് എല്ലാം എടുക്കുന്നത്. അരി എടുക്കുന്നുണ്ട്. വറ്റൽ മുളക് 20 എടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്ന്, കടലപ്പരിപ്പ്, തോരൻപരിപ്പ്, പയറ്, കായം, പിന്നെ പാകത്തിന് ഉപ്പ്. അപ്പോൾ അതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനൊരു ചൂട് കട്ടിയുള്ള കടായി അടുപ്പിൽ വെച്ചിട്ട് വറ്റൽമുളക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 20 എടുത്തിട്ടുണ്ട്. കാരണം എല്ലാം 180 ഗ്രാം വീതം ഉള്ളതുകൊണ്ട് നല്ലൊരു ക്വാണ്ടിറ്റി, മോശമില്ലാത്ത നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ വറ്റൽമുളക് ചുവന്ന് ഒന്ന് വറുത്ത് വരുന്നത് വരെ വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പിടി കറിവേപ്പില ഇട്ടാൽ നന്നായിരിക്കും. കറിവേപ്പില ഇടുക. കറിവേപ്പില ഒന്ന് വറന്ന് ക്രിസ്പി ആവുന്ന, നമ്മൾ ഒടിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിലാവുമ്പോൾ ഇറക്കി വെച്ചിട്ട് അടുത്ത നമ്മൾ അരി ഇടുക. അപ്പം മുളക് കരിയാതെ പോകണം. ഞാനിപ്പോൾ എനിക്കൊരു പറ്റിയിട്ടുണ്ട് ഇതിൽ. ഫുൾ ഫ്ലെയിമിലിട്ടുന്നതുകൊണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് മുളക് വേഗം കറക്കുന്നുണ്ട്. സാരമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം അരി ഇടുക. ഞാൻ കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ധാന്യങ്ങളാണ്, കഴുകി വെച്ചിരിക്കുന്ന ധാന്യങ്ങളാണ്. അപ്പോൾ കുത്തരി എടുത്ത് അത് വറക്കുക. ചുവന്നായിട്ട് വറക്കണം. വറുത്ത് കഴിയുമ്പോൾ, വറന്ന് വരുമ്പോൾ ഇത് പൊരിപ്പൊരെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ ഒരു ഇതിലാവുമ്പോഴത്തേക്ക് നമ്മൾ ഇറക്കി മാറ്റുക. പൊരി പോലെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ഇറക്കി മാറ്റുക. ഇനി അടുത്തത് നമ്മൾ തോരൻപരിപ്പും കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് വറുത്തെടുക്കുവാണ്. കുറച്ച് ഈർപ്പമുണ്ട്. ഞാനിപ്പോൾ കഴുകി എടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഈർപ്പമുണ്ട്. അത് ചൂടുകൊണ്ട് ഡ്രൈ ആയിക്കോളും. അപ്പം നമുക്ക് നന്നായിട്ട് വറുത്ത് വരുമ്പോൾ, ചുവന്ന് വരുമ്പോൾ അതിങ്ങനെ നമ്മൾ വറുക്കുന്ന പാത്രത്തിൽ ഇങ്ങനെ തെന്നി മാറി ഓടിക്കളിക്കും. അപ്പോൾ നമുക്കറിയാം അത് നന്നായിട്ട് വറന്ന് വരുന്നു എന്നുള്ളത്. അപ്പോൾ അതും ചുവന്ന് വന്നു കഴിഞ്ഞ ശേഷം അതും എടുത്ത് നമ്മൾ പൊടിക്കാനുള്ള പാത്രത്തിലേക്ക് എല്ലാം കൂടെ വെക്കുക. ഇനി ഞാൻ ഉഴുന്നാണ് വറുക്കുന്നത്. സാധാരണഗതിയിൽ ഈ ബ്രാഹ്മിൺസ് പൊടിയിലൊക്കെ കൂടുതൽ ഉഴുന്നാണ് ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ സത്യം പറയുകയാണെങ്കിൽ ഇതെല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഉഴുന്ന് തീർന്നു പോയ കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അതിന് പകരം ഞാൻ ഉഴുന്നിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വറുത്തെടുത്ത് അതും കൂടി വയ്ക്കുക. അപ്പോൾ ഇതും കൂടി വറുത്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വറുക്കുന്ന ധാന്യങ്ങളെല്ലാം കഴിയും. ഇനി അത് തണുക്കാൻ അനുവദിക്കണം. തണുത്തതിന് ശേഷമാണ് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത്. ഇപ്പോൾ അതായത് ഉഴുന്നും പയറും നന്നായിട്ട് ചുവന്ന് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് കായപ്പൊടി ഒരു സ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. കായപ്പൊടി ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാൻ ഇൻസ്റ്റൻറ്റ് കായപ്പൊടിയാണ് ചേർക്കുന്നത്. കട്ടിക്കായം ചേർക്കുന്നവർ തുടക്കത്തിൽ മുളക് വറുക്കുന്നതിന് മുമ്പ് തന്നെ ആ ചട്ടിയിൽ കായം വറുത്തെടുത്ത് വെക്കണം. കട്ടിക്കായമാണ് നല്ലതെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് പൊടിക്കായമാണ്. അപ്പോൾ അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്.
അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി എടുത്ത് നമുക്ക് അരയ്ക്കാനുള്ള പൊടിക്കാനുള്ള പാത്രത്തിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇതാണ് പൊടിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തായിട്ടുണ്ട്. ഇനി പൊടിച്ച് വരുമ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പും ചേർത്ത് ഇത് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. പൊടിച്ചിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും പണി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പൊടിക്കുന്ന ജാറെടുത്തിട്ട് അതിനകത്ത് തട്ടിയിട്ട് വേണം ചെയ്യാനുള്ളത്. ഞാനിതിപ്പോൾ 2ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. കാരണം കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് 2ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ പൊടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മാവ് പോലെ പൊടിഞ്ഞു പോകരുത്. നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ തെരുതെരെ വേണം പൊടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ജാറിൽ പകുതി പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായ സ്മെല്ല്, നമുക്ക് കൊതിയൂറുന്നൊരു സ്മെല്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? സ്വാദ് വരുന്നൊരു സ്മെല്ല്. അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്തൊരു നല്ല മണമെന്നറിയോ? കാണുമ്പോൾ തന്നെ അറിയാം എന്തൊരു നല്ല കളറും എന്ത് നല്ല മണമാണെന്നറിയോ? പിന്നെ രാമശ്ശേരി പൊടി അല്ലെങ്കിൽ പാലക്കാടൻ പൊടി അല്ലെങ്കിൽ ബ്രാഹ്മിൺസ് പൊടി എന്ന് പറയുന്നതിൽ അരി ചേർക്കും. മിക്കവാറും ചില സ്ഥലങ്ങളിലുള്ളവർ ഈ ഇഡ്ഡലിപ്പൊടിയിൽ അരി ചേർക്കാറില്ല. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഞാനിപ്പോൾ ഇത് അരി ചേർത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പാരമ്പര്യമായിട്ട് എൻ്റെ അമ്മുമ്മ പകർന്ന് നൽകിയ 3 തലമുറയായിട്ട് ഞാൻ കാണുന്നൊരു കൂട്ടാണിത്. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ്, അമ്മമ്മ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്, അമ്മയുടെ കയ്യിൽ നിന്നാണ് പഠിച്ചെടുത്തത്. പിന്നെ തുടക്കക്കാരാണെങ്കിൽ അല്പം ഉപ്പ് അങ്ങനെ കൂടിപ്പോയാൽ കുറച്ചുകൂടി ഈ ധാന്യങ്ങൾ വറുത്ത് പൊടിച്ചതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ ഇപ്പം പൊടി റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ച് ഇഡ്ഡലിയായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ഇഡ്ഡലിപ്പൊടി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.